ജയറാം ജഗതി കലാഭവൻ മണി കൂട്ടുകെട്ടിൽ പൊട്ടിച്ചിരിയൊരുക്കിയ എവർഗ്രീൻ കോമഡി ഹിറ്റ്. ഒന്ന് വേഗം കുടിക്കും മണിയേട്ടാ, വൈകുന്നേരത്തിന് മുമ്പ് കാസർഗോഡ് എത്തേണ്ടതാ. ചായ 168. എടോ ചായ 168, അതായത് ചായ 168. ഓ ആ ഇവിടെ തന്നെ വണ്ടി എടുത്ത്. ആ കമോൺ, വണ്ടിയിലാണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. നിങ്ങൾ ലേശം കൂടി മുമ്പോട്ട് പോയിട്ട് വണ്ടി തടയണം. പിന്നെ മേലോട്ടും കീഴോട്ടും നോക്കാതെ മേലും നോവാതെ അടി കൊടുക്കണം. അടി എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഒന്നാന്തര അടിയായിരിക്കണം കേട്ടോ, നല്ല ബെസ്റ്റ് അടി. പിന്നെ അവന്റെ ശബ്ദം പുറത്ത് കേൾക്കരുത്. അതെ ഉവേ, ഇതിനിടയ്ക്ക് പെണ്ണിനെ പൊക്കി തരണം കേട്ടോ. ആ അപ്പൊ എല്ലാവർക്കും പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആ പിരിഞ്ഞോക്കോ. കർത്താവേ, നാടൻ പാട്ടുകാരൻ ചാലക്കുടി മണികണ്ഠൻ. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ നീ എന്റെ കർത്താവേ, മാമ്പഴമാകട്ടെ നീ എന്റെ ഈശോയേ, മാമ്പഴമാകട്ടെ നീ. ഞാൻ എത്ര നാൾ വേണേലും കാത്തിരിക്കാം. നിക്കണ്ട, കാലി കഴിക്കും. എന്റെ സ്വപ്നത്തിലെന്നും ആ പഴയ കുറുന്തോട്ടി ഉണ്ടാവും. ഇടയ്ക്ക് ഇത്തിരി വെള്ളം ഒഴിക്കണേ, അല്ലെങ്കിൽ വാടിപ്പോവും. താങ്ക് യു. മുത്തശ്ശ നോക്കി നിൽക്കാതെ പെട്ടിയും ബാഗെടുത്ത് വണ്ടിയിൽ വെക്കടാ. അതെ, അവൻ ഡോക്ടറാ. ചേട്ടൻ അവനോട് പറ. എന്റെ മനുഷ്യൻ ഡോക്ടറാ, നീ അവിടെ നിൽക്കാ. എന്നാ ചേട്ടൻ തന്നെ എടുത്തു വെക്കേ. ഞാനോ? ആരും ബുദ്ധിമുട്ടണ്ട, എന്റെ ലാലേട്ട എടുത്തു വെച്ചോളും. ലാലേട്ടാ മോഹൻലാലിനാണോ വിളിച്ചത്? പെട്ടി എടുത്തു വെക്കാൻ മോഹൻലാൽ വരുവോ? ലാലേട്ട മതി. എടുത്തു വെക്കടോ. വിക്രമ, പെട്ടി എടുത്തു വെക്കേ. താൻ തന്നെ എടുത്തു വെച്ചാ മതി, അതാ അതിന്റെ ഒരു സ്റ്റൈൽ. എടാ ബുദ്ധിയില്ലാത്ത കഴുത ഭാരം ചുമക്കും. നിങ്ങൾ എന്ത് പണിയായി കാണിച്ചേ? ഈശ്വര, ഒന്ന് മാറിയിരുന്നെങ്കിൽ മാവ് പെടുത്താനും ചെലവായി പോയനെ. അല്ല കാത്ത്. അല്ല, അത് മാഡത്തിന് ജോലിക്ക് പോകണ്ടല്ലോ, കാരണം മുമ്പിലേക്കാണ് കൊമ്പ് കുറിച്ചിരുന്നത്. അത് മുകളിലിരിക്കുന്ന ഒരുത്തന്റെ കൈ കിടക്കുന്ന കാര്യല്ലേ. സോറി മാഡം, 1 മണിക്കൂർ സമയം തന്നാൽ മതി. അതിനുള്ള ഞാനൊക്കെ വെട്ടിമുറിച്ച് ക്ലിയർ ആക്കി തരാം. 1 മണിക്കൂറോ? അപ്പോഴേക്കും എന്റെ ഫ്ലൈറ്റ് പോവും. ഓ ടാക്സി വിളിക്കേ. പോയി വിളിക്കടാ. നീ പോയി വിളിക്ക്. അയ്യോ, ടാക്സി വിളിക്കണ്ട, സമയം ഒരുപാട്. വല്ലേ വിക്രമ, എനിക്ക് ടാക്സി വേണ്ട, ഞാൻ ആ ജീപ്പിൽ പൊക്കോളാം. അത് എന്റെ ജീപ്പാ. പോയ എല്ലാ പ്ലാനും തരാം. അയ്യോ ജീപ്പിൽ പോണ്ട, അത് ശരിയാവൂല. എന്ത് ശരിയാവാത്തെ? എനിക്ക് ജീപ്പ് മതി. വണ്ടിയുടെ താൻ ചെയ്ത കുറ്റല്ലേ? അത് ശരിയാ, ഒരു പ്രായച്ചിത്തം ആവട്ടെ. കോയാ, ഈ കുട്ടിയുടെ സാധനങ്ങളൊക്കെ വണ്ടിയിൽ വെക്കാൻ, എന്നിട്ട് താനും വാ. ഹലോ, ചെങ്കിരി ദാദയല്ലേ? ഞാൻ വിക്രം ദാദയാണ്. ഞാൻ ലാലനാ. അതെ, വണ്ടി മാറി. അവള് ജീപ്പിലാ വരുന്നേ. ഒറ്റയ്ക്കാണോ? അല്ല, കൂടെ 2 പേരും കൂടിയുണ്ട്. 2 തല്ലി നിരത്തിയേക്ക്, ശത്രുക്കളാ. വണ്ടി നിർത്തുക. എന്തായാലും മോള് ഇവനോടൊപ്പം ഒറ്റയ്ക്ക് പോകണ്ട. കാരണം ഞാനിപ്പോ ഡീസന്റാ. ലാലാ, വക്കീലേ വരുന്നേ. കോയ ഇങ്ങോട്ട് ഇറങ്ങുക. ഇറങ്ങടോ. താൻ അങ്ങോട്ട് കേറുക. അല്ല, ഞാൻ പോയാൽ ശരിയാവൂല. അല്ലേ വിക്രമ? അതെ, ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളും. വഷളത്തരം പറയാതെ കേറോ അങ്ങോട്ട്. അല്ല, വിക്രമൻ കൂടെ വരട്ടെ. ഈ വക സാധനങ്ങളൊന്നും കൊണ്ടുപോകണ്ട. അങ്ങോട്ട് കയറോ. അല്ല, അങ്ങോട്ട് കയറോ. വിക്രമ. എല്ലാം ദൈവനിശ്ചയം. അച്ഛാ, അവളുടെ ജോലി നഷ്ടപ്പെടണം, അവൾ ഈ നാട്ടിൽ തന്നെ നിൽക്കണം, അത്രയല്ലേ വേണ്ടൂ. മതി, ധാരാളം മതി. ഞാൻ ദാദാ സാഹിബിനോട് എന്നും നന്ദിയുള്ളവനായിരിക്കും. നന്ദിയൊന്നും എനിക്ക് വേണ്ട. പിന്നെ എന്താ വേണം? പറയാം. കാശിനു മുമ്പിൽ എനിക്ക് അമ്മ പെങ്ങന്മാരില്ല, സ്വന്തക്കാരില്ല, കൂട്ടുകാരില്ല. കാശാര് തരുന്നോ അവരോടൊപ്പം ഞാൻ. കാശൊക്കെ ഞാൻ തരാം. ഇത്രയും കാലം ഞാൻ ഉൾപ്പെടെ എന്റെ മുതുമുത്തച്ഛന്മാരെല്ലാം ആ വീട്ടിലെ ഇലമുറി കാര്യസ്ഥന്മാരായിരുന്നു. നൂറ്റാണ്ടുകളുടെ സേവനത്തിന് ശേഷം എനിക്ക് കിട്ടിയ കൊട്ട് ജീവിതത്തിലൊരിക്കലും മറക്കാൻ പറ്റില്ല. അതിന് പ്രതികാരം ചെയ്തില്ലെങ്കിൽ മരിക്കുന്നതാണ് നല്ലത്. അത് ഞാൻ ഏറ്റു. എന്നെ കൊല്ലാനോ? അല്ല, രക്ഷിക്കാൻ. ചെങ്കേരി ദാസപ്പനല്ലേ? അതെ, ഞാൻ വിക്രം ദാദാ. എന്റെ ക്ലോസാ. തന്നെ ക്ലോസ് ആക്കണോ? അയ്യോ, എന്നല്ല, ഞാനൊരു കൊട്ടേഷൻ എടുത്തിട്ടുണ്ട്, ഒരു കിഡ്നാപ്പിംഗ്. എനിക്ക് നേരിട്ട് ഇടപെടാൻ പറ്റില്ല, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കില്ല. അവൾ എയർപോർട്ടിലോട്ട് പോകുന്ന വഴിക്ക് തട്ടിക്കൊണ്ട് പോയാൽ മതി. 2-3 ദിവസം കഴിഞ്ഞേ വിടാവോ? അവളുടെ കൂടെ ആരെങ്കിലും ഉണ്ടാവോ? ഉണ്ടെങ്കിൽ ആഴ്ച നേരത്തേക്ക്.
ആരൊന്നും മിണ്ടാത്തെന്താന്ന്? ഞാനൊരു മരണം മുന്നിൽ കാണുന്ന അവസ്ഥയില. ദേ വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കണം. വേണ്ട, എന്നെ ഒന്ന് ഇറക്കി വിട്ടാ മതി. എന്തിന്? ഇന്ന് എനിക്ക് പ്രമാദമായ ഒരു കേസ് ബാധിക്കാനുള്ളതാ. കോടതി പോണം. ഈ ഞായറാഴ്ച ചെയ്ത് കോടതി. കോടതി അവിടെ ഉണ്ട്, പക്ഷെ കേസില്ല. എന്നാ എനിക്ക് സുഖമില്ല, ആശുപത്രി പോണ ഹെർണിയ. നിർത്ത്, എനിക്കൊന്ന് ഇറങ്ങണം. അയ്യോ, പ്രവർത്തിക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കണം. ഞാനാണ് ഹലോ. അനുപമ എവിടെ? അനുപമയെ അവര് കൊണ്ടുപോയി. സന്തോഷം. ദുഃഖമില്ല. അവൻ അവളെ കൊന്നു കാണൂ. എവിടെങ്കിലും കൊണ്ട് ഒളിപ്പിച്ചു. അതെങ്ങനെ നിനക്കറിയാം? അത് ഈ ക്രിമിനൽസിന്റെ ഒരു സൈക്കോളജിയാണ്. സാറി വാളിൽ ചവിട്ടി പൊളിച്ച് അവനെ പുറത്തിറക്കണം. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ശരിയാണ്. കോച്ചല്ലേ? അല്ലല്ല, സേരൻ, ചന്ദ്രസേരൻ, കോച്ചല്ലേ. ക്യാച്ച്. പിടിക്കണോ അവനെ? എടാ, നീ ചെയ്യുന്ന എല്ലാ തെറ്റിനും ശിക്ഷ അനുഭവിക്കുന്ന ഒരു പാവം കോച്ചാ. ആണ്ടെ, ആ കോച്ചിനെ സാർ അറിയോ? കണ്ടിട്ടില്ല, പക്ഷെ അറിയും. എന്റെ പെങ്ങൾ അൽഫോൺസെ കല്യാണം ആലോചിച്ച ആളാ. പക്ഷെ നീ ഉണ്ടാക്കി വെച്ച കുരുത്തക്കേട് കാരണം തെറ്റിദ്ധരിച്ച് അവൾ ആ കല്യാണം വേണ്ടെന്ന് വെച്ചു. അറിയണോ നിനക്ക്? സാറിന് എത്ര വേണേ തല്ലിക്കോ, പക്ഷെ ആ കോച്ച് നിരപരാധിയാ കേട്ടോ. അല്ല, ഈ നിരപരാധിയെ ചൂണ്ടിക്കാണിച്ച് പ്രതിയാക്കിയത് നീ അല്ലടാ റാസ്കൾ. നിരപരാധിയാണോ അല്ലയോ ഒന്ന് കോടതി തീരുമാനിക്കും. ഞാനൊരു വക്കീലാണ്. നീ ഏത് മൈസായിട്ടാണെങ്കിൽ എനിക്ക് എന്താ? അപ്പോ താങ്ക് യു. നീ എങ്ങട്ടാടാ? നീ പോ. എന്നാ പരിപാടിയാ സാറേ കാണിച്ചത്? എനിക്ക് കിട്ടിയതിൽ ഒരു പാതിയെങ്കിലും ആണ്ട് അവന് കൊടുക്കണേ. കറക്റ്റ്. ഹാപ്പി? ഹാപ്പിയാ. വാ വാ വാ. മാലയും പൂവും റെഡി. കയ്യെന്ന് വിട്ടാശനെ. എന്തിനാ? ചൊറിയാനാ? ഞാൻ ചൊറഞ്ഞുതരാം. ലേശം കൂടി കീപ്പോട്ട്. വലിയ ചൊറച്ചിലാണല്ലോ. ആടെ കയ്യൊന്നും വിട്ടേ. മുങ്ങനാ മുള്ളാനാ? ഇനി വിവാഹം കഴിഞ്ഞിട്ട് മുള്ളിയാ മതി. അതെ, ആണ്ട കിടക്കണം മുണ്ട് ഷർട്ടും. ആയി എന്നാ അവിടെ പോയി വാങ്ങിക്കാലോ. കൈ വിട്ടാലേ മേടിക്കാൻ പറ്റൂ. അങ്ങനെ ഇപ്പൊ വേണ്ട, എന്റെ കൂടെ വന്നാ മതി. വിട്ടാ ശരിയാവില്ല. എനിക്ക് ഒരു 2 പാന്റ് ഷർട്ട് വാങ്ങിക്കണമെന്ന് ഞാൻ കുറച്ച് ദിവസം വാങ്ങിച്ചു തരുമോ? പിന്നെ ലാണ്ട കിടക്കുന്ന നല്ല പാന്റും ഷർട്ട് അങ്ങാട് പോയിക്കേ. ലാണ്ട് അങ്ങാടങ്ങാട. ഇത് നമ്മുടെ വിക്കൻ ഡോക്ടർ. വിളിക്കണ മനെ. ആശാനെ, എന്നാ പരിപാടിയാ? വഴിക്കെ കൊണ്ടാണോ വണ്ടി? അയ്യോ, മണിയുണ്ട്. എന്റെ വ്യാകുല മാതാവി, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആള് ഞാനല്ല കേട്ടോ. ഭർത്താവനെ ഉപദ്രവിക്കരുത്. ഉടനെ പള്ളിയിൽ എത്തില്ലെങ്കിലേ പെണ്ണിനെ ഡോക്ടർ ഉറപ്പിക്കും. ഇന്ന് എന്റെ മനസ്സമ്മതമാ. എനിക്ക് മനസ്സമാനം കിട്ടിയോ? അതിന്റെ മനസ്സമ്മതം. മൈതാനം പോലത്തെ കഷണ്ടി. സമ്മതമാണച്ചോ? ഈശോ മിശിഹാ സ്തുതിയായിരിക്കട്ടെ. എന്റെ കർത്താവേ! അയ്യോ. On your mark. Set. 1, 2. ഓടിക്കൂ. നമ്മൾ ഇങ്ങനെ കിടന്ന് ഓടിയിട്ട് ഒരു കാര്യമില്ലടാ ഊവേ. ആ ചന്ദ്രസേന വന്നാൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുത്തുള്ളൂ. ഓടിക്കും. നല്ല താലിമാല. മരുന്ന് മാറി ഇതിനകത്ത് താലിയായോ? ഇവിടെ നിന്ന് ആർക്കെങ്കിലും കല്യാണം ഉണ്ടോ? ഇങ്ങനെ
പറഞ്ഞില്ലേ ഒരു അബദ്ധം പറ്റി. മുങ്ങി, ചന്ദ്രസേന മുങ്ങി, എന്നെ പിടിവിട്ട് മുങ്ങി. എന്തായാലും ചേട്ടാത്ത് രഹസ്യമാണോ? അയ്യോ, എന്തിനാ എന്നെ തല്ലിയത്? നീ ഒന്നും ഞെട്ടാൻ